നമസ്കാരം. ഗസയ്ക്ക് പിന്നാലെ യമനിലും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേല്. യമൻ തലസ്ഥാനമായ സനായിലെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ ബോംബിട്ടു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഹുദൈദ തുറമുഖവും നേരത്തെ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. പ്രദേശത്തുള്ളവരെല്ലാം ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. 24 മണിക്കൂറിനിടെ ഇത് രണ്ടാം തവണയാണ് ഇസ്രയേൽ യമൻ തലസ്ഥാനമായ സനായെ ലക്ഷ്യമിടുന്നത്. നേരത്തെ ഇസ്രയേലിലെ വിമാനത്താവളം യമനിലെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് യമന് നേരെ ഇസ്രയേൽ തിരിഞ്ഞിരിക്കുന്നത്. യമൻ തലസ്ഥാനമായ സനായിലെ പ്രധാന വിമാനത്താവളത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും വിമാനത്താവളം പ്രവർത്തനരഹിതമായെന്നുമാണ് ഇസ്രയേലി സൈന്യം അവകാശപ്പെടുന്നത്. 3 സിവിലിയൻ വിമാനങ്ങൾ, പുറപ്പെടൽ ഹാള്, വിമാനത്താവള റൺവേ, ഹൂത്തി നിയന്ത്രണത്തിലുള്ള ഒരു സൈനിക വ്യോമ താവളം എന്നിവയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സനായിലെ ആളപായമോ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രയേലിന്റെ വിമാനത്താവളങ്ങളെ ഇനിയും ലക്ഷ്യമിടുന്നെന്നും സമഗ്ര വ്യോമ ഉപരോധം തന്നെ ഏർപ്പെടുത്തുമെന്നാണ് ഹൂത്തികൾ അടുത്തിടെ പ്രഖ്യാപിച്ചത്. ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപമാണ് ഹൂത്തികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ഇതിന്റെ നടുക്കത്തിലായിരുന്നു ഇസ്രയേല്. പിന്നാലെ ഇസ്രയേലിലേക്കുള്ള എല്ലാ സർവീസുകളും വിദേശ വിമാന കമ്പനികൾ നിർത്തിവെച്ചു. മിസൈൽ പ്രതിരോധിക്കുന്നതിൽ അമേരിക്ക കൈമാറിയ താഡ് സംവിധാനം പരാജയപ്പെട്ടതും ഇസ്രയേലിന് പുതിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം യമനിലെ ഹൂത്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപം ഹൂത്തികൾ ഞായറാഴ്ച നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി തിങ്കളാഴ്ച യമൻ തുറമുഖമായ ഹുദൈദ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ സനയിലും ആക്രമണം ഉണ്ടായത്. ഹുദൈദ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം സനായിൽ നടത്തിയ ആക്രമണങ്ങൾ ഇസ്രയേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സനായിലെ വിമാനത്താവളവും തലസ്ഥാന നഗരിയിലെ നിരവധി പ്രധാന വൈദ്യുത നിലയങ്ങളും ഉൾപ്പെടെ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി സൈന്യം അവകാശപ്പെടുന്നുണ്ട്. സനായിക്ക് വടക്കുള്ള അൽ ഇമ്രാൻ സിമന്റ് ഫാക്ടറിക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന ഏതൊരു ഗ്രൂപ്പിനെയും പിന്തുടർന്ന് ബലപ്രയോഗത്തിലൂടെ ആക്രമിക്കുമെന്നും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപം ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ പതിച്ചതിനെ തുടർന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശം വിട്ടുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായത്. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശത്തു നിന്ന് ഒഴിവാകാതിരിക്കുന്നത് നിങ്ങളെ അപകടത്തിലാക്കുമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്.